നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വത്തിനിടെ കണ്ണൂർ എന്ന വികാരം പങ്കുവച്ച് മുതിർന്ന നേതാവ് കെ സുധാകരൻ രംഗത്തെത്തിയത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. സ്ഥാനാർത്ഥി പട്ടികയിലെ തന്റെ അഭിപ്രായങ്ങൾ പരിഗണിക്കപ്പെടാത്തതിലുള്ള കടുത്ത അമർഷം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഫേസ്ബുക്ക് കുറിപ്പ് വലിയ രാഷ്ട്രീയ സൂചനകളാണ് നൽകുന്നത്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി ഡൽഹിയിൽ ഹൈക്കമാൻഡ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ സുധാകരൻ വലിയ അതൃപ്തിയോടെയാണ് നാട്ടിലേക്ക് മടങ്ങിയതെന്ന വാർത്തകൾ ഇതിനോടകം പുറത്തു വന്നിരുന്നു. ഈ അതൃപ്തിയുടെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വൈകാരികമായ ഫേസ്ബുക്ക് പോസ്റ്റ്. കണ്ണൂർ എന്നത് എന്റെ ഹൃദയ രക്തമാണ്. കണ്ണൂരിലെ കോൺഗ്രസ് എന്നത് എന്നും എന്റെ മേൽവിലാസം തന്നെയാണ്. സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഒരു മുതിർന്ന നേതാവ് എന്ന നിലയിൽ പാർട്ടിയിൽ തനിക്കുണ്ടായ അവഗണനയോടുള്ള പരോക്ഷമായ മറുപടിയായാണ് ഈ വാക്കുകളെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. താൻ അറിയാത്ത കണ്ണൂരില്ല, തന്നെ അറിയാത്ത കണ്ണൂരുമില്ല എന്ന അദ്ദേഹത്തിന്റെ പരാമർശം കണ്ണൂർ രാഷ്ട്രീയത്തിൽ തനിക്കുള്ള വേരോട്ടവും സ്വാധീനവും എത്രത്തോളം ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു. പാർട്ടിക്കായി താൻ നടത്തിയ പോരാട്ടങ്ങളെയും കടന്നുവന്ന കനൽ വഴികളെയും അദ്ദേഹം കുറിപ്പിലൂടെ ഓർമ്മിപ്പിച്ചു. കടന്നുവന്ന കനൽ വഴികൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് മറക്കാനാകുമായിരിക്കും. പക്ഷേ തനിക്ക് അതൊന്നും മരണത്തിലും മറക്കാനാകാത്ത പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. സുധാകരന്റെ വാക്കുകളിൽ തന്റെ കർമ്മപദത്തിലെ വേദനകളും വെല്ലുവിളികളും നിഴലിക്കുന്നുണ്ട്. കണ്ണൂരിലെ കോൺഗ്രസ് പാർട്ടിയെ താൻ നയിച്ച കാലത്തെ ത്യാഗങ്ങളെ അവഗണിക്കരുത് എന്ന സന്ദേശവും ഇതിലുണ്ട്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോരുകളും അതൃപ്തികളും നേതൃത്വത്തിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. തന്നെ അടക്കം വലിയൊരു രാഷ്ട്രീയ നീക്കത്തിന് തുടക്കമാണോ എന്ന് പ്രവർത്തകർ ആശങ്കയോടെയും ആകാംക്ഷയോടെയും ഉറ്റുനോക്കുകയാണ്. കണ്ണൂരിലെ കോൺഗ്രസിന്റെ മേൽവിലാസം താൻ തന്നെയാണെന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം നേതൃത്വത്തിന് നൽകുന്ന വെല്ലുവിളി ചെറുതല്ല. പാർട്ടിക്കുള്ളിൽ തനിക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന വികാരം നേരത്തെ തന്നെ സുധാകരൻ പല വേദികളിലും പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഈ കുറിപ്പ് കണ്ണൂരിലെ പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശവും അതേസമയം ആശയക്കുഴപ്പവും സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിക്ക് താങ്ങായി നിന്ന തന്നെ ഇത്തരത്തിൽ അവഗണിക്കുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം പരോക്ഷമായി കുറ്റപ്പെടുത്തുന്നു. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഹൈക്കമാൻഡ് ഏതു തരത്തിലുള്ള അനുനയ നീക്കങ്ങളാണ് നടത്തുകയെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്തുതന്നെയായാലും കെ സുധാകരന്റെ ഈ നിലപാട് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. സ്വന്തം നിലപാടിനോട് വിട്ടുവീഴ്ചയില്ലാത്ത നേതാവാണ് താനെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് അദ്ദേഹം.